ലോ കിലോമീറ്റർ വണ്ടി ചോദിച്ചിരുന്ന വാഹനമാണ് ടാറ്റ ടിയാഗോ. അതും 16,499 കിലോമീറ്റർ, 16,500 കിലോമീറ്ററിന്റെ താഴെ ഓടി. ഒറിജിനൽ കേരള സിംഗിൾ ഓണർ വാഹനം എലൻട്ര. 9.5 ലക്ഷം വരെ ലോണും ചെയ്യാം, 8 ലക്ഷം രൂപക്ക് വണ്ടിയും കൊടുക്കാം. 16 മോഡൽ വാഹനം ഈ വണ്ടി എന്ത് വില കൊടുക്കാം? 5,90,000 രൂപക്ക് ഈ ഒരു വാഹനം ഓഫർ റേറ്റിന് കൊടുക്കാം. 2014 ആണെങ്കിലും 8,000 കിലോമീറ്ററിൽ കമ്പനി സർവീസ് കഴിഞ്ഞു. 1 ലക്ഷം ഇപ്പൊ ആയിട്ട് ഇനി ഓഫർ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരാളും വണ്ടി എടുക്കാതിരിക്കുന്നത്. യൂസ്ഡ് കാർ മേഖലയിൽ ഗംഭീര ഓഫർ, ഇയർ എൻഡിങ് സെയില്, ന്യൂ ഇയർ ഓഫർ, ക്രിസ്മസ് സെയില്, അതും 50,000 രൂപ, 25,000 രൂപ, 1 ലക്ഷം രൂപ വരെ വില കുറച്ചിട്ട് എല്ലാ വാഹനങ്ങളും ഓഫർ റേറ്റിന് RB മോട്ടോഴ്സിലാണ് നടക്കുന്നത്. 2024 ഇയർ എൻഡിങ് അനുബന്ധിച്ച് ഒരുപാട് വാഹനങ്ങൾ, നിലവിൽ 70ഓളം വാഹനങ്ങൾ നമ്മൾ കയ്യിൽ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. അതിൽ ഓരോ വാഹനത്തിലും 25,000 മുതൽ 1 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ക്യാഷ് ഡിസ്കൗണ്ട് ഓഫറാണ് നമുക്ക് വെച്ചിരിക്കുന്നത്. അതും 90% ലോൺ ചെയ്യാൻ പറ്റുന്ന മാത്രം വാഹനങ്ങളാണ്. ഒരുപാട് ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്തിരുന്നു. RB മോട്ടോഴ്സിന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ്. വണ്ടൂർ തന്നെ പെരിന്തൽമണ്ണ റോട്ടിൽ റിലയൻസിന്റെ ട്രെൻഡ്സിന് തൊട്ട് ചാരി വ്യാപാരിഭവൻ റോഡ് ഒരു 200 മീറ്റർ മൂന്ന് കഴിഞ്ഞാൽ നമ്മൾ ഷോപ്പും വീടൊക്കെ ഒരുമിച്ചാണ്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഒരുപാട് വാഹനങ്ങൾ, ഓരോ വണ്ടിയിലും ഓഫർ സെയിലാണ് കേട്ടോ. മാക്സിമം ഷെയർ ചെയ്യാം. നമ്മുടെ വീഡിയോയിൽ ആദ്യത്തെ വാഹനം ടാറ്റ ടിയാഗോ. ടിയാഗോയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ ലോ കിലോമീറ്റർ വണ്ടി ചോദിച്ചിരുന്ന വാഹനമാണ് ടാറ്റ ടിയാഗോ. കാര്യങ്ങളൊക്കെ പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ 2021 ലാസ്റ്റ് വാഹനമാണ്. അതും 16,499 കിലോമീറ്റർ, 16,500 കിലോമീറ്ററിന്റെ താഴെ ഓടിയിട്ടുള്ള വണ്ടിന്റെ ഉള്ളു കാര്യങ്ങളൊക്കെ നല്ല പക്ക കണ്ടീഷനിലാണ് വണ്ടി. അതെ, ഫുൾ ഓപ്ഷൻ ആണ്. അതുപോലെ തന്നെ എക്സെറ്റ് എന്നുള്ള ഓപ്ഷൻ ആകുമ്പോൾ ഏറ്റവും ടോപ്പ് വേരിയന്റിന്റെ ആ ലെവലിൽ വരുന്ന വാഹനമാണ്. ടയർ ഭാഗങ്ങളൊക്കെ പക്ക സൂപ്പർ ആണ്. ഒരു 80% 90% ടയർ വാഹനം എന്ന് പറഞ്ഞാൽ അതേ ക്വാളിറ്റി കിടക്കുന്ന വാഹനമാണ്. 0 ക്ലെയിം ആണ്. 2021 വരുന്ന ഫുൾ ഓപ്ഷൻ വരുന്ന മിറർ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മിറർ ഇൻഡിക്കേറ്റർ, മിറർ ഫോൾഡിങ്, എല്ലാ ഫീച്ചേഴ്സും വരുന്നത്. എല്ലാ ഫീച്ചേഴ്സും ടോട്ടലി വണ്ടി പുതിയ വാഹനം ഇറങ്ങുമ്പോൾ, ഈ വാഹനത്തിന് ഇറക്കുമ്പോൾ 8,40,000 രൂപയുടെ വാഹനമാണ്. വണ്ടി നമുക്ക് 5,75,000 രൂപ കൊടുക്കാം. ഓഫർ 5,75,000 രൂപ ലോൺ പൊട്ടിച്ചു കൊടുത്താൽ നടക്കുമോ? മാക്സിമം കുറച്ച് എല്ലാ വാഹനവും നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. ഈ വണ്ടിയോ 20,000 കിലോമീറ്റർ റെഡിഗോ വരുന്ന വാഹനമാണ്. 2018 മോഡൽ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. എല്ലാ വാഹനവും സിംഗിൾ ഓണർഷിപ്പ് ആണ്. അത്യാവശ്യം നല്ല അലവിലൊക്കെ വണ്ടിന്റെ ഉൾഭാഗങ്ങൾ അടിപൊളി സീറ്റ് കവർ ഉണ്ട്. അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. 2018 ലാസ്റ്റ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ്, 20,000 കിലോമീറ്റർ ഓടിയ ലോ കിലോമീറ്റർ ഓട്ടോ. ഇത് ഫുള്ള് ലോൺ കിട്ടുന്ന വാഹനം കേട്ടോ. ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനം, ഫുള്ള് ലോണും കിട്ടും. 20-something കിലോമീറ്റർ ആണ് വാഹനം ഓടിക്കുന്നത്. ടയർ ഭാഗങ്ങൾ 90 അല്ല 100% ടയറുണ്ട്. ഈ രണ്ട് വണ്ടിയുടെയും പുതിയ ടയറാണ്. അതുപോലെ തന്നെ സ്റ്റെപ്പിനൊന്നും ഉപയോഗിച്ചിട്ടില്ല. സർവീസ് ബുക്ക് ഉണ്ട്, സെക്കൻഡ് ചാവി ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വാഹനത്തിൽ നമ്മൾ 3,25,000 രൂപ വില ഇട്ടിരുന്ന വാഹനം 2,90,000 രൂപക്ക് ഫുള്ള് ലോണും ചെയ്തു. ഫുള്ള് ലോണില് ചെറിയൊരു ഫാമിലിക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വാഹനം. അത്യാവശ്യം 20 CC ആയതുകൊണ്ട് തന്നെ നല്ല മൈലേജ് ഉണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഫുൾ ഓപ്ഷൻ. പ്രീമിയം സെറ്റപ്പിൽ ഒരു വണ്ടി. ഇത് 2018 മോഡൽ 19 ജാഗോർ XE പ്രീമിയം, ഏറ്റവും ടോപ്പ്. ഇപ്പൊ ജാഗോർ ഒരു എയറിലായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. കാരണം ജാഗോറിന്റെ എംബ്ലം മാറിയതിന് ശേഷം, അതായത് അതിന്റെ ഫോണ്ട് ഒന്ന് മാറ്റി, ജാഗോർ ഇപ്പൊ മൊത്തം ഇലക്ട്രിക്കലോട്ട് ആകാൻ പോവുകയാണ്. നമ്മളൊരു സുഹൃത്ത് ഇതേപോലെ ഇലക്ട്രിക്കൽ വണ്ടി വാങ്ങാൻ വേണ്ടിയിട്ട് വാങ്ങി. ഏത് മിനി കൂപ്പർ ഇലക്ട്രിക്കൽ വണ്ടി വാങ്ങി 2022. ഇന്ന് 2024 അവന് വിൽക്കാൻ വേണ്ടി വെച്ചപ്പോൾ അവന് കിട്ടിയ റേറ്റ് നോക്കണം. 2024 അവൻ 2022 വാങ്ങിയ പ്രൈസ് 68 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച ഒരു മിനി കൂപ്പർ അവൻ ഇന്ന് ഈ 2 വർഷം കഴിഞ്ഞ് 60,000 കിലോമീറ്റർ ഓടി വിൽക്കുമ്പോൾ 34 ലക്ഷം രൂപയാണ് അവനക്ക് കിട്ടിയത്. ചിന്തിച്ചു നോക്കണം. പകുതി വില. എക്സ്ഷോറൂം പ്രൈസ് 68 ലക്ഷം രൂപയുടെ മിനി കൂപ്പറിന്റെ റേറ്റ് വന്നത് 30-something ലക്ഷം രൂപക്കാണ് അവന് വിറ്റത്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ വണ്ടി. 0 ക്ലെയിം, 1 രൂപയുടെ ക്ലെയിം ഇല്ലാന്ന് മാത്രമല്ല, പമ്പറിന്റെ ഭാഗത്ത് പോലും ചെയ്തില്ല. അത്രയും ക്വാളിറ്റി. അപ്പൊ അത്രയും അറിയുന്ന ആൾക്കാരുമാണെന്നുണ്ടെങ്കിൽ വന്ന് കണ്ട് ബോധ്യപ്പെട്ടില്ല. അവര് ഇൻസ്പെക്ട് ചെയ്തിട്ട്, അവര് എല്ലാ ഭാഗം ഇൻസ്പെക്ട് ചെയ്തിട്ട് മാത്രം വണ്ടി എടുത്താൽ മതി. ഇനി എല്ലാ ഭാഗവും ഓക്കെ ആയി നിങ്ങൾക്ക് ഇൻസ്പെക്റ്റും ചെയ്ത് അതും കഴിഞ്ഞ് നിങ്ങൾക്ക് ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു അവസരം ഈ വാഹനത്തിലുണ്ട്. കാരണം അത്രയും മൈനോട്ട് ആയിട്ടുള്ള എല്ലാ ഭാഗവും നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് ഒരു വണ്ടി നമ്മൾ പർച്ചേസ് ചെയ്തെടുക്കുക. 2 വർഷം അല്ല, ഇനിയും
ഈ വാഹനത്തിന് അടുത്ത കൊല്ലം വരെ സർവീസ് വാറണ്ടി ഉണ്ട്. 25,000 കിലോമീറ്റർ കമ്പനി വാറണ്ടി കിടക്കുന്ന വാഹനമാണ്. ഒരു പേടിയും പേടിക്കണ്ട. പുത്തൻ ടയർ ഉണ്ട്, എടുത്തിട്ടില്ല. 29 ലക്ഷം രൂപ വില ഇട്ടേക്കുന്ന വാഹനം 28,25,000 രൂപക്ക് നമുക്ക് ഈ വാഹനം കൊടുക്കാൻ പറ്റും. 2018, 19 ഡെലിവറി, 19 രജിസ്റ്റർ വരുന്ന കമ്പനി വാറണ്ടി കിടക്കുന്ന ജാഗോർ എക്സി സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം. അന്ന് ഈ വാഹനം ഇറങ്ങുമ്പോൾ 70 ലക്ഷത്തിന്റെ അടുത്ത് വില വന്നിട്ടുള്ള വാങ്ങാം. പകുതി കുറച്ച് വണ്ടി വാഹനം കൊടുക്കുന്നത്. ഇതാണ് പറഞ്ഞത്, പുതിയ വാഹനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മൾ എറണാകുളത്ത് ഒരു കസ്റ്റമർ വിളിച്ചിരുന്നു, ഇതേപോലെ ഈ ജാഗോറിനി ഇലക്ട്രിക്കൽ വാഹനം വാങ്ങുമ്പോൾ അത് വാങ്ങാന്ന് വിചാരിച്ചു. അവരെ ഇതാക്കല്ല, നിരുത്സാഹപ്പെടുത്തില്ല. ഈ ബാറ്ററിയുടെ ലൈഫ് എന്നൊക്കെ പറയുന്നത് ഒന്ന് പഠിച്ചു വരുന്നേ ഉള്ളൂ. കാരണം നെക്സോൺ ആണെങ്കിലും എല്ലാ ഇലക്ട്രിക്കൽ വണ്ടി എടുത്ത ആളുകൾ 22 ലക്ഷം 23 ലക്ഷം അത്യാവശ്യം മൈലേജ് ഉണ്ട്. ഇത് 20 കിലോമീറ്ററിന്റെ അടുത്ത് മൈലേജ് ഉണ്ട്. കാരണം ഒരു ഇലക്ട്രിക്കൽ വാഹനം വാങ്ങിയിട്ട് അതിന്റെ ബാറ്ററി റീപ്ലേസിംഗ് ആണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കോസ്റ്റ് വരുന്നത്. വാഹനത്തിന്റെ പകുതി എമൗണ്ട് 8 ലക്ഷം രൂപന്റെ അടുത്തൊക്കെ നെക്സോണിന്റെ ബാറ്ററിക്ക്. ആ സ്ഥാനത്ത് ഇലക്ട്രിക്കൽ ഒഴിവാക്കിയിട്ട് മാർക്കറ്റ് വാല്യൂ നോക്കുന്ന ആളുകളാണെങ്കിൽ സുഖമായിട്ട് പെട്രോൾ ആണെങ്കിലും പ്രീമിയം സെഗ്മെന്റിൽ ഒരു വണ്ടി നോക്കണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ചോയ്സ് ആണ് ജാഗുആർ ആണ്. സിംഗിൾ ഓണർ ആണ്, ലോ കിലോമീറ്റർ സർവീസ് ഉള്ള വാഹനം, സർവീസ് ഉള്ള ഒരു വാഹനം. 80,000 കിലോമീറ്റർ പകുതിന്റെ ഭാഗം കൂടി താഴ്ത്തിയാണ്ടുള്ള വിലക്കാണ് വണ്ടി ഓഫർ റേറ്റ് ഇട്ടിട്ടുള്ളത്. ഓഫർ റേറ്റ് ഇട്ടാണെങ്കിലും ഒരുപാട് ആളുകൾ പറയും അത് ഓണർഷിപ്പ് മാറിയത് അല്ലെങ്കിൽ അതർ സ്റ്റേറ്റ് റീ ആയത്. ഒന്നുമല്ല, ഒറിജിനൽ കേരള വാഹനം. ഈ വാഹനത്തിന്റെ എവിടെയെങ്കിലും ഒരു പെയിന്റ് ടച്ചപ്പ് കാണിച്ചു തരാണെങ്കിൽ നമുക്ക് അവര് പറയുന്ന റേറ്റിന് കൊടുക്കും. അത്രയും ഗ്യാരണ്ടിയിൽ നമ്മൾ വണ്ടി പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ മാരുതിയുടെ സിയാസ് ഇതേപോലെ ലോ കിലോമീറ്റർ വെറും 60 സംതിങ് കിലോമീറ്റർ, 17 മോഡല്, 18 രജിസ്റ്റർ വരുന്ന ടോപ്പ് സിംഗിൾ ഓണർഷിപ്പ്. ടോപ്പ് എൻഡിന്റെ തൊട്ട് താഴെ അലേവിയിലും ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവില്ല. ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ഫുൾ ഓപ്ഷൻ വണ്ടി നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ്. അതായത് നമുക്ക് ഡുവൽ എയർ ബാഗ്, ABS. നമുക്ക് 6 ലക്ഷം രൂപ വില ഇട്ടുന്ന വാഹനമാണ്. 6,25,000 രൂപക്ക് 25,000 രൂപ ഓഫർ ഗ്യാസ് കൊടുക്കാൻ പറ്റും. 18 രജിസ്റ്റർ വരുന്ന 17 മാനുഫാക്ചർ സിംഗിൾ ഓണർഷിപ്പ് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ്. 60,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. 58 സർവീസും കഴിഞ്ഞിട്ടുണ്ട്. ഈ മോഡിഫിക്കേഷൻ ചെയ്ത വെർണ മോഡിഫിക്കേഷൻ, അതായത് ഒരു 2.5 ലക്ഷം രൂപന്റെ ഫിറ്റിംഗ്സ് അവർ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് പ്ലാറ്റിന്റെ വീല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നെക്സോണിന്റെ വീലാണ് കേട്ടോ, പ്ലാറ്റിന്റെ വീലല്ല, നെക്സോണിന്റെ വീല് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഗ്രില്ല് മാറിയിട്ടുണ്ട്. ഗ്രില്ലും കാര്യങ്ങളൊക്കെ കമ്പനി ഗ്രില്ലാണ്. അതിന്റെ കമ്പനി ഗ്രില്ല് അതിന്റെ അകത്തുണ്ട്. ഈ ഗ്രില്ല് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല, റീപ്ലേസ്, ആക്സിഡന്റ്, ഫ്ലഡ് കാര്യങ്ങളൊന്നും വാഹനത്തിലില്ല. 1.6 XX വരുന്ന സൺറൂഫ്, 6 എയർ ബാഗ്, സീറ്റ് വെന്റിലേഷൻ ഒക്കെ വരുന്ന 9.4 ലക്ഷം രൂപയിൽ 9 ലക്ഷം രൂപ കൊടുക്കാം നമുക്ക്. 25,000 രൂപ ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. പിന്നെ അത് 18-19 ആണെങ്കിൽ ഇത് 14 മോഡൽ ഓണർഷിപ്പ് വാഹനം കേട്ടോ. 2014 ആണെങ്കിലും 98,000 കിലോമീറ്ററിൽ കമ്പനി സർവീസ് കഴിഞ്ഞു. 1 ലക്ഷം ആയിട്ടുണ്ട്. അതിന്റെ ഹിസ്റ്ററി കമ്പനിയിലുണ്ട്. അതുപോലെ തന്നെ ടയർ ഭാഗമാണെങ്കിൽ അത്യാവശ്യം 80% ടയർ ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പിൽ 2014 മോഡൽ വാഹനം. അതും 1.6 XX വരുന്ന ഡയമണ്ട് കട്ട് വീലടക്കം വരുന്ന വാഹനമാണ്. വാഹനം നമുക്ക് ഇന്ന് റേറ്റ് വന്നിട്ടുള്ളത് 4.25 ലക്ഷം രൂപയാണ്. ഇതിമേ നമ്മൾ 25,000 രൂപ കുറച്ചിട്ടുണ്ട്. 4 ലക്ഷം രൂപക്ക് ഈ ഒരു വരുന്ന 14 മോഡൽ സിംഗിൾ ഓണർ കമ്പനി ഹിസ്റ്ററി ഉള്ള വാഹനം നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഒരു കേരള വണ്ടിയാണ്, അത് ഒറിജിനൽ കേരള വാഹനം. അത്യാവശ്യം എൻക്വയറി ഉള്ള ഒരു വാഹനമാണ്. ആൾക്കാർക്ക് നല്ല കുറവ്, മൈലേജ് കാര്യങ്ങളൊക്കെ, യാത്രാ കംഫർട്ട്, അടിപൊളി ഒരു വാഹനം. 2011 ലാസ്റ്റ് മോഡൽ അൾട്ടീസ് ആണ്. ഒറിജിനൽ കേരള വണ്ടി. GL എന്നുള്ള വേരിയന്റ്, ഏറ്റവും ടോപ്പ് വേരിയന്റ്. കാര്യങ്ങളൊക്കെ ചെയ്ത് പക്കാ ഒരു 40 ലുക്ക് ആക്കിയിട്ടുണ്ട്. 12 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീനും അലോവിയിലും ഇൻഷുറൻസ്, പുതിയ ഇൻഷുറൻസ് 4 ലക്ഷം രൂപയുടെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് 4,45,000 രൂപയ്ക്ക് ഈ ഒരു വാഹനം കൊടുക്കാം. പിന്നെ നമ്മളൊക്കെ ഉള്ളത് ടൊയോട്ടന്റെ എത്തിയോസ് 2011 ഡിസംബർ വാഹനമാണ്. ഇതും മെക്കാനിക് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ്. നിങ്ങൾ എടുക്കുന്ന കസ്റ്റമറാണ്, ഓയിൽ വരെ മാറേണ്ട ആവശ്യമില്ല. ഇൻഷുറൻസ് പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ്, പക്കാ നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ളതാണ്. സീറ്റുകൾ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇത് അത്രയും ആൾക്കാരെ 3,25,000 രൂപയിൽ 3,10,000 രൂപയ്ക്ക് ഈ ഒരു വാഹനം ഫൈനൽ 3,10 ഫൈനൽ കൊടുക്കാം. എന്തായാലും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാട്ടോ. ഇത് എലൻട്ര 2016 മോഡല് ഒറിജിനൽ കേരള ടൈപ്പ് 2 വരുന്ന എലൻട്ര കേട്ടോ. ഒരുപാട് ആളുകൾ ടൈപ്പ് 1 എലൻട്രക്ക്
6 ലക്ഷം 7 ലക്ഷം രൂപ. ഇത് ടൈപ്പ് 2 ആണ്. 10.5 ലക്ഷം രൂപ മാർക്കറ്റിൽ വിറ്റുകൊണ്ടിരിക്കുന്ന വാഹനം. ഇന്ന് നമ്മൾ 8.5 ലക്ഷം രൂപയാണ് ഈ വണ്ടിക്ക് റേറ്റ് പറഞ്ഞിരുന്നത്. 8 ലക്ഷം രൂപയ്ക്ക് ഈ വാഹനം ഫൈനൽ കൊടുക്കട്ടോ. സിംഗിൾ ഓണർഷിപ്പ്, കമ്പനി ഹിസ്റ്ററി മാത്രം പോയിട്ടുള്ള സർവീസ് ബുക്ക്, സെക്കൻഡ് കീ ഒക്കെ വരുന്ന ഒറിജിനൽ കേരള സിംഗിൾ ഓണർ വാഹനം എലൻട്ര. 9.5 ലക്ഷം വരെ ലോണും ചെയ്യാം. 8 ലക്ഷം രൂപയ്ക്ക് വണ്ടിയും കൊടുക്കാം. വെന്റോ നമുക്ക് 2017 ലാസ്റ്റ് മോഡൽ 1.6 വരുന്ന വെന്റോ ആണ്. അതും സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം. 2 വണ്ടിയിൽ ക്യാഷ് ബാക്കിന് എന്താ പറഞ്ഞില്ലേ? ഇത് 1 ലക്ഷം രൂപ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. ഇതിൽ 2.5 ലക്ഷം വരെ, അതായത് ഈ 5,90,000 ഒരാളാണെങ്കിൽ 2.5 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടുന്ന വാഹനമാണ്. 5,90,000 ആണ് നമ്മൾ റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 5.5 ലക്ഷം രൂപക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. 7,70,000 വരെ ലോണും കിട്ടും. അപ്പൊ കസ്റ്റമർക്ക് ഒരു സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു വാഹനം എടുക്കുമ്പോൾ ഫസ്റ്റ് പേയ്മെന്റ് അടക്കേണ്ട കാര്യമില്ല. മാത്രമല്ല ബാങ്കിങ്ങും ഇൻകം പ്രൂഫും മസ്റ്റാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന്. അപ്പൊ ആളുകള് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് അടക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഒരു 20 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന 2017 മോഡൽ വെന്റോ കംഫർട്ട് ലൈൻ വാഹനം, പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് റീപ്ലേസ് ഇല്ലാത്ത വാഹനമാണ് ഈ ക്യാഷ് ബാക്കിൽ കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു ഓഫർ എവിടെയാന്ന് വെച്ചാൽ RB മോട്ടോഴ്സിലാണ്. ഒരു വണ്ടിയുടെ നമ്പർ ഹൈഡ് ചെയ്തിട്ടില്ല. എല്ലാ വണ്ടിയുടെ ഹിസ്റ്ററി എടുത്ത് പക്ക ജെനുവിൻ ആയിട്ടുള്ള വണ്ടികളാണ്. എല്ലാവരും വിളിച്ചു നോക്കി, ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ വിളിച്ചു നോക്കിയിട്ട് മാത്രം വരും. ഹോണ്ട സിറ്റി ന്യൂ മോഡൽ എന്തുവല്ല, 5th ജനറേഷൻ ഹോണ്ട സിറ്റി. ഒരുപാട് ആളുകൾ നമ്മൾ അന്വേഷിക്കുന്ന വാഹനമാണ്. ZX ആണ്. VX തന്നെ സൺറൂഫ് വരുന്നുണ്ട്. VX 17 വന്നിട്ടില്ല. 17 VX അല്ല ഫുൾ ഓപ്ഷന്. 10 എയർ ബാഗ് വരുന്ന ZX ആണ്. ഓപ്ഷൻ ഉണ്ട്. അതെ, ഇത് ഈ ഏറ്റവും ടോപ്പ് വേരിയന്റ് വരുന്ന വാഹനമാണിത്. ZX വരുന്ന ഡീസൽ ആണ്. സെക്കൻഡ് ഓണർ ആണ്. 17 ലാസ്റ്റ്. 4 ടയർ പുതിയതാണ്. ഇൻഷുറൻസ് ഉണ്ട്. എല്ലാ ഫീച്ചേഴ്സും ബട്ടൺ സ്റ്റാർട്ട്, 10 എയർ ബാഗ്, ABS, എല്ലാ കമ്പനി വരുന്നതാണ്. അതും റീപ്ലേസ് കാര്യമൊന്നുമില്ല. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഡീസൽ 20 മൈലേജും. 9.5 ലക്ഷം രൂപ മാർക്കറ്റിൽ വിൽക്കുന്ന വാഹനമാണ്. 9.5 ലക്ഷം ആസ്കിംഗ് പ്രൈസ് ഉള്ള വാഹനമാണ്. 8,90,000 രൂപയ്ക്ക് ഈ ഒരു വാഹനം കൊടുക്കാം. ഓഫർ റേറ്റ്. വീണ്ടും സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ ആണല്ലോ. ഇതും സൺറൂഫ് വരും. അത് VX അല്ല, അത് ZX ആണ്. 16 ZX വന്നിട്ടില്ല. 16 ടോപ്പ് എൻഡ് ഓപ്ഷൻ ആണ്. VX-ന്റെ മുകളിൽ വരുന്ന VX ഓപ്ഷണൽ എന്ന് പറയുന്ന വേരിയന്റ്, ഏറ്റവും ടോപ്പ് വേരിയന്റ്. ഇതും നമുക്ക് കമ്പനി ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ്. 1 ലക്ഷം കിലോമീറ്റർ ആയിട്ടുണ്ട്. 98 സർവീസ് കഴിഞ്ഞിട്ടുള്ളൂ. സർവീസ് കാര്യങ്ങളൊക്കെ ഷോറൂമിൽ അല്ലാതെ സർവീസ് ചെയ്തില്ല. 16 മോഡൽ വാഹനം. ഈ വണ്ടി എന്ത് വില കൊടുക്കാം? 5,90,000 രൂപയ്ക്ക് ഈ ഒരു വാഹനം ഓഫർ റേറ്റിന് കൊടുക്കാൻ. 5,90,000 പുതിയ ഇൻഷുറൻസ് എടുത്തെടുക്കാം. മാക്സിമം ലോണും ചെയ്തു കൊടുക്കാം. 5.5 to 5.5 വരെ ലോൺ. നല്ല എൻക്വയറി ഉള്ള വണ്ടിയാണ്. ആരും മിസ് ചെയ്യേണ്ട. ഹോണ്ട സിറ്റി സ്വിഫ്റ്റ് ഡിസയർ ഇത് ഓട്ടോമാറ്റിക് ആട്ടോ. ഡീസൽ ഓട്ടോമാറ്റിക് 2017-18 രജിസ്റ്റർ വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക് വരുന്ന ഓപ്ഷൻ. VDI തന്നെ അടിപൊളി ലെതർ സീറ്റ്, കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വാഹനം. 2017 വാഹനമാണ്. അതും VDI ഡീസൽ ഓട്ടോമാറ്റിക്കലി 20 to 25 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന ഓട്ടോമാറ്റിക് വാഹനം തപ്പി നടക്കുന്ന ആളുകൾക്കൊക്കെ മൈലേജ് നോക്കുന്ന ആൾക്കാരും ഓട്ടോമാറ്റിക് നോക്കുന്ന ആൾക്കാരും ആരും മിസ് ചെയ്യണ്ട. 6.5 ലക്ഷം രൂപ വിലട്ട വാഹനം ഇന്ന് 5,90,000 രൂപ കൊടുക്കും. അതും 50,000 ഡിസ്കൗണ്ടിൽ, 60,000 രൂപ ഡിസ്കൗണ്ടിൽ നമുക്ക് ഈ വാഹനം കൊടുക്കാം. അതും ബ്ലാക്ക് ഇറ്റിയോസ് അവസാനത്തെ വാഹനമാണ്. ഈ വീഡിയോയിൽ നമുക്ക് അവസാനത്തെ ഓഫർ റേറ്റുള്ള വാഹനം ഇറ്റിയോസ് 2012-13 രജിസ്റ്റർ വരുന്ന ഇറ്റിയോസ് GD അലോയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. 3.5 ലക്ഷം പറഞ്ഞിരുന്ന വണ്ടിയാണ്. നമുക്ക് 3.40 നമുക്ക് വണ്ടി കൊടുക്കാം. 3.40 നമുക്ക് ഒരു 2.5 to 2.25 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടിയാണ്. ബ്ലാക്ക് കളറാണ്. നല്ല അട്രാക്റ്റീവ് ലുക്കിലാണ് ഈ വണ്ടി ഇപ്പൊ നിലവിൽ. ഫിറ്റിംഗ്സും കാര്യങ്ങളും സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം 3.40 ഇറ്റിയോസ് കൊടുക്കാം. അത് മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതും ഒരുപാട് വണ്ടികൾ ഇനി അടുത്ത 2 എപ്പിസോഡ് വരുന്നുണ്ട്. നല്ല ഓഫർ റേറ്റിന് 2 എപ്പിസോഡ് അടിപൊളി ടൈം കളയണ്ട. നമ്പർ കാണണ്ട, നമ്പറിൽ വിളിച്ചോളൂ. 24 കഴിയുമ്പോഴേക്ക് നിങ്ങളെ കയ്യിൽ ഒരു വണ്ടി വാങ്ങിയിരിക്കണം. ഒരു വീട്ടിലൊരു വണ്ടിയിലും വേണം. അത്രയും ക്വാളിറ്റിയിലുള്ള വാഹനങ്ങളാണ് ഓഫർ ഇട്ട് വിൽക്കുന്നത്. മാക്സിമം ഷെയർ ചെയ്യുക. നമ്മൾ സുഹൃത്തുക്കൾക്കൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.